താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ശത്രുവിനാൽ വഴികളടയപ്പെട്ട് ശൂന്യമാക്കപ്പെട്ടവരെ നന്മ കൊണ്ട് നിറച്ച് അവരുടെ ശത്രുവിനെ ഭയപ്പെടുത്തുമാറാക്കുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അത് ഭക്തന്റെ ഉറപ്പാണ്. അതേ, നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ശൂന്യത മാറി നിറവ് അനുഭവിച്ച് നിങ്ങളുടെ ശത്രു ഭയപ്പെടും വിധം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന അത്ഭുത പ്രവൃത്തിയുടെ സാക്ഷ്യം തന്നെ. അപ്പോൾ ഇതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. അതിനായി നിങ്ങളുടെ ശൂന്യതയെ മാറ്റുവാനായി ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യത വരുത്തിയ, ഇല്ലായ്മ വരുത്തിയ ശത്രു ഭയപ്പെടും വിധത്തിൽ ആ ശൂന്യതകൾ നിറഞ്ഞു വരുവാൻ വേണ്ടി ദൈവം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ ഇല്ലായ്മയുടെ കാരണങ്ങളെ കർത്താവ് പരിഹരിക്കും. രണ്ട്, മേച്ചേൽപ്പുറങ്ങളിൽ സമൃദ്ധി നൽകും. ഇത് ശക്തമായ രണ്ട് ദൂതാണ്, രണ്ട് ദൈവിക ആലോചനകളും ദൈവിക മർമ്മങ്ങളുമാണ്. അപ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ളത് തന്നെ. ഒപ്പം ഇത് അനുഭവിക്കുവാൻ ഭക്തരായി നിങ്ങൾ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാൻ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുവാൻ തയ്യാറാകുക. വിശുദ്ധ വേദപുസ്തകം നമുക്ക് മുമ്പിൽ സാക്ഷികളായി, വലിയ സാക്ഷ്യമായി പരിചയപ്പെടുത്തുന്നവരുടെ ജീവിതങ്ങളൊക്കെ തന്നെ അവിധത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നേടിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ വിടുതൽ നിങ്ങൾക്ക് പ്രാപ്യമാകുന്ന ദൈവത്തിൻ്റെ വചനം, അത് ഇന്ന് നമ്മളത് കേൾക്കുക അല്ല ചെയ്യുന്നത്, വിശ്വസിക്കുക മാത്രമല്ല, മറിച്ച് ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഭക്തനെ നിറച്ച, ശത്രു ഭയപ്പെടും വിധത്തിൽ നിറച്ച ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ആ ശൂന്യതകളെ മാറ്റും. അപ്പോൾ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ. ഇരമ്യാവ് 33:9. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെയും കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളുടെയും മുമ്പാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവുമായിരിക്കും. ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവ സമാധാനവും നിമിത്തവും അവർ പേടിച്ച് വിറയ്ക്കും. അവർ പേടിച്ചു. ആരാ? ശത്രുക്കൾ പേടിച്ച് വിറയ്ക്കും. ദൈവം തൻ്റെ ഭക്തൻ്റെ ജീവിതത്തിൽ നിറയ്ക്കുന്ന നന്മകളുടെ നിറവ്, സമാധാനത്തിൻ്റെ നിറവ്, സന്തോഷത്തിൻ്റെ നിറവ്. അതേ പ്രിയരെ, നിങ്ങൾക്കിന്ന് കണി കാണുവാൻ കിട്ടാതിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് തന്നെ എല്ലാം ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും അകത്ത് ശൂന്യതയാണ്, സമാധാനമില്ല, സന്തോഷമില്ല, പല നന്മകളും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. നന്മകൾ പ്രാപിക്കേണ്ടതായ പല വഴികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അല്ലേ സഹോദരി, സഹോദര? ജോലിയുണ്ട്, മറ്റുള്ളവർക്ക് അസൂയയോട് നോക്കുവാൻ കഴിയുന്ന, അതെ, അങ്ങനെയുള്ള സ്ഥാപനത്തിൽ തന്നെയാണ്, അങ്ങനെയുള്ള രാജ്യത്ത് തന്നെയാണ്, അങ്ങനെയുള്ള തൊഴിൽ തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ കിട്ടുന്നില്ല. മീൻസ് ശത്രു ശൂന്യമാക്കിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ ശത്രു ശൂന്യമാക്കി, അതുകൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം പറയുന്നു നിങ്ങളോട് തന്നെ, ദൈവം പറയുന്നു, ഞാൻ ആ ശൂന്യതയെ നിറച്ച് ശത്രു തട്ടിത്തൂകിയ, സ്തോത്രം, നന്മകളെയൊക്കെ ശത്രു തട്ടിത്തൂകിക്കളഞ്ഞു. നിങ്ങൾ ചേർത്ത് വച്ചതിനെ, അത് പല നിലകളിലായിരിക്കാം നഷ്ടപ്പെട്ടു പോയത്. കൊറോണ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയി, ചില രോഗങ്ങൾ വന്നിട്ട് ചില മക്കളുടെ പഠനത്തിനായിട്ട് മാറ്റിവെക്കേണ്ടി വന്നു, സ്ഥാപനം തുടങ്ങിയപ്പോൾ, ഇങ്ങനെ പല പല നിലകളിലായിരിക്കാം. വീട് വയ്ക്കുവാൻ തുടങ്ങി, അതെ, അത് പ്രയോജനപ്പെട്ടില്ല, ശത്രു അതിനെ തട്ടിക്കളഞ്ഞു, അല്ലേ? നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങിയതിന് ഒരു പൂർത്തീകരണം ഉണ്ടായില്ല, ശത്രു അതിനെ തട്ടിക്കളഞ്ഞു. ഇപ്പോൾ അത് അവിടെ ഒഴിഞ്ഞ പാത്രമാണ്. ശ്രദ്ധിക്കണമേ, കർത്താവ് അതിനെ നിറയ്ക്കുക. ശത്രു ശൂന്യമാക്കിയതിനെ കർത്താവ് നിറച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത, എന്നാൽ അത്യാവശ്യം വേണ്ട സമാധാനവും സന്തോഷവും തന്ന് നിങ്ങളെ നിറയ്ക്കുവാൻ പോകുക. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം? ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം. കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ വായ് തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സ്ഥലത്താണെങ്കിൽ വായ് തുറന്ന് പ്രാർത്ഥിക്കാം. അല്ല, അങ്ങനെ വായ് തുറക്കാൻ പറ്റത്തില്ല, ചിലർ ജോലി സ്ഥലത്തായിരിക്കും, ചിലർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എങ്കിൽ നിങ്ങൾ ഉള്ളം കൊണ്ട് പ്രാർത്ഥിക്കുക. എന്തായാലും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ ആണ്. ഇങ്ങനെ, യേശുവേ,
അങ്ങ് ഞാനും എൻ്റെ കുടുംബവും സന്തോഷമായിരിക്കുവാൻ തക്കവണ്ണം തുറന്നു തന്ന നന്മയുടെ വഴികളെ അടച്ച് ആ തൊഴിലിടത്തിൽ എൻ്റെ വരുമാന മേഖലയിൽ എനിക്ക് വിരോധമായി വെല്ലുവിളികൾ ഉയർത്തി എന്നെ ശൂന്യമാക്കിയ ആ ശത്രുവിൻ്റെ മുൻപിൽ ലജ്ജിച്ച് തലകുനിച്ച് എൻ്റെ ജീവിതം അവസാനിച്ചു പോകുവാൻ ഇടവരാത്ത വിധത്തിൽ എന്നെ അറിയുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ കണ്ട് സന്തോഷിക്കുവാനും എനിക്ക് അവരോടൊപ്പം എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനും ഉതകും വിധത്തിൽ എൻ്റെ ശത്രു എന്നെ ഇല്ലാത്തവനാക്കി ഭയപ്പെടുത്തുന്ന എൻ്റെ ശത്രു ഭയപ്പെടും വിധത്തിൽ എൻ്റെ ശൂന്യതകളെ നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ഇല്ലായ്മകളെ നിറയ്ക്കണമേ. സഹോദര സഹോദരി പ്രാർത്ഥിക്ക്. അപ്പാ എൻ്റെ ശൂന്യതയെ നിറയ്ക്കണമേ. എൻ്റെ ശത്രു കണ്ട് ഭയപ്പെടും വിധത്തിൽ എൻ്റെ ആ ശൂന്യതയെ അങ്ങ് നിറച്ചു തരണമേ കർത്താവേ. അപ്പോൾ ആ ബാധ്യതയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഇനിയും ഇല്ലാത്തവനായി മറ്റുള്ളവരുടെ മുമ്പേ കടം വാങ്ങുവാനും സ്തോത്രം പലിശയ്ക്ക് വാങ്ങി തലകുനിക്കുവാനും ഇടവരാത്ത വിധത്തിൽ ആ ശൂന്യതകളെ അങ്ങ് നിറയ്ക്കണമേ. വഴികളെ തുറക്കണമേ. ശത്രു അടച്ചു കളഞ്ഞ വഴികളെ യേശുവിൻ നാമത്തിൽ കർത്താവ് തുറന്നു തരിക. സഹോദര സഹോദരി പ്രാർത്ഥിക്ക്. ജോലിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിനക്കുണ്ടാക്കി തരിക. യേശുവിൻ നാമത്തിൽ ജോലി ചെയ്യുവാൻ അനുകൂലമായ സാഹചര്യം ആ തൊഴിലിടത്തിൽ ആ ശത്രു അതിന് സമ്മതിക്കുന്നില്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പല നിലകളിൽ സ്തോത്രം വഴികളെ അടച്ചു കളയുക. പിശാച് മാത്രമല്ല, പിശാചിനാൽ പിടിക്കപ്പെട്ട മനുഷ്യരും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർക്ക് പലതും സാധിക്കാത്തത് കൊണ്ട് ദുർമന്ത്രവാദങ്ങളെ ചെയ്ത് ആഭിചാരങ്ങളെ കടത്തി ഓർത്തു നോക്ക് ആ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ പോലും കഴിയുന്നില്ല. നിന്റെ ഭർത്താവിനെ കുറിച്ച് ആ സഹോദരി ഒരു കുഴപ്പവുമില്ല. ആ ജോലി സ്ഥലത്തിന് നിന്റെ ഭർത്താവിന് ആവശ്യമുണ്ട്. പക്ഷേ പുള്ളി പോകത്തില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, കെട്ടിബന്ധിച്ചിരിക്കുക. ജോലി ചെയ്ത് ജീവിക്കരുതെന്ന് നീ ബാധ്യതക്കാരിയെ പലരുടെ മുമ്പിൽ തലകുനിക്കണമെന്ന് പറഞ്ഞ് ആ നന്മയുടെ വഴി അടച്ചു കളഞ്ഞ ശത്രുവിൻ്റെ പദ്ധതികളും തകർക്കപ്പെടുക. ആ ശത്രുക്കൾ കണ്ട് ആഭിചാരങ്ങളെ ചെയ്ത മന്ത്രതന്ത്രങ്ങളെ കടത്തിയ നിന്റെ തൊഴിലിനെ ഇല്ലാതാക്കിയ നിനക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി ആ ശത്രു കണ്ട് ഭയപ്പെടും വിധത്തിൽ എൻ്റെ കർത്താവ് നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കുക. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ജോലി ചെയ്ത് ആ വരുമാനം കൊണ്ട് നിന്റെ ഭവനവും സ്തോത്രം നിന്റെ ബന്ധുക്കളും നിന്റെ മക്കളും ഭാര്യയും ഒക്കെ സന്തോഷിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അവൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമാകും വിധത്തിൽ നിന്റെ ജീവിതത്തെ കർത്താവ് നിറയ്ക്കും. അപ്പോൾ സഹോദരി, സന്തോഷവും സമാധാനവും അനുഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് കെട്ടിക്കയറി വന്നത്, അല്ലേ? പക്ഷേ ആ സന്തോഷവും സമാധാനവും ഇന്ന് കണി കാണാനില്ല. അതിന് തക്കവണ്ണം പലതിനെയും പിശാച് തട്ടിക്കളഞ്ഞിരിക്കുന്നു. സ്നേഹം നിറഞ്ഞു നിന്ന ആ പാത്രത്തെ തട്ടിത്തൂകി, ദാമ്പത്യ ജീവിതം എന്ന പാത്രത്തെ തട്ടിത്തൂകി, സന്തോഷത്തോടെ ഒരുമിച്ച് നിന്റെ അടുക്കൽ വരാതെ ഭയന്ന് മാറി നടക്കുന്ന ഭർത്താവ്. നിന്നോട് സഹോദരി, നിന്നെ വല്ലാതെ അത് വേദനിപ്പിക്കുക. ഭയപ്പെടുന്നത് പോലെ ഭർത്താവ് മാറി നടക്കുക. നിന്നിൽ നിന്ന് അകന്ന് മാറി നടക്കുന്ന ഭാര്യ, ഇന്നലകളിൽ ആ സന്തോഷം നിറഞ്ഞു നിന്ന പാത്രത്തെ പിശാച് തട്ടിത്തൂവിയിരിക്കുന്നു. ചില ദുഷ്ടമനുഷ്യർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മന്ത്രതന്ത്രങ്ങൾ കൊണ്ടും നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത് ശൂന്യമാക്കിയിരിക്കുന്നു. ശൂന്യത നിറഞ്ഞിരിക്കുന്നു. നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല, സന്തോഷമില്ല, സമാധാനമില്ല. ഭാര്യയും ഭർത്താവും ഒരു വീട്ടിനകത്തുണ്ടെങ്കിലും ഭാര്യയായി ഭർത്താവായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശൂന്യമാക്കപ്പെട്ട അവസ്ഥ. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ആ ശൂന്യതയെ കർത്താവ് നിറയ്ക്കുക. നീ ശൂന്യമായി തീരുന്നത് കണ്ട് ചിരിക്കുവാൻ നോക്കി നിൽക്കുന്ന ശത്രു ഭയപ്പെടുവാൻ പോകുക. നിന്റെ ജീവിതത്തിനകത്ത് പിന്നെയും എൻ്റെ കർത്താവ് ആ സന്തോഷം നിറയ്ക്കുന്നത് കണ്ടിട്ട് കുടുംബജീവിതത്തിലെ സന്തോഷം, അതെ, കുടുംബജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് പിന്നെയും തരുന്നത് കണ്ടിട്ട് ആമേൻ, ശത്രു ഭയപ്പെടുവാൻ പോകുക. നോക്കി നിൽക്കുന്ന ശത്രു ഭയപ്പെടുവാൻ പോകുക. ആരാണ് എൻ്റെ ശത്രു? പലരും ചോദിക്കും, ആരാണ് ശത്രു? അവരുടെ മുഖത്ത് നീ ഭയം കാണും. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. അവരുടെ മുഖത്ത് നീ ഭയം കാണും. യേശുവേ, ഞാൻ സന്തോഷമായി എനിക്കൊപ്പമുള്ളവരുടെ മധ്യത്തിൽ സ്വസ്ഥമായി ആനന്ദത്തോടെ ആയിരിക്കുവാൻ തക്കവണ്ണം അങ്ങ് തന്ന കുടുംബജീവിതം കർത്താവേ, ആ സന്തോഷത്തെ തകർത്തുകൊണ്ട് ആ ആനന്ദത്തെ തട്ടിക്കളഞ്ഞുകൊണ്ട് പിശാചായവൻ എന്നെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ കലഹവും ഉണ്ടാക്കി ചിരിയോടെ നോക്കുന്ന ആ പിശാചിനാൽ പിടിക്കപ്പെട്ടവർ കണ്ട് ഭയപ്പെടും വിധത്തിൽ അപ്പാ എൻ്റെ ജീവിതത്തിലേക്ക് ആ സന്തോഷത്തെ നിറയ്ക്കണമേ. എൻ്റെ ജീവിതത്തിൽ ശൂന്യമായി തീർന്ന ആ സന്തോഷം, എൻ്റെ ജീവിതത്തിൽ ശൂന്യമായി തീർന്ന ആ ഇല്ലായ്മകൾക്ക് നിറവുണ്ടാകട്ടെ. ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന്
സന്തോഷത്തോടെ ഞാനും എൻ്റെ ഭർത്താവും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള നിറവ്, യെസ്, യേശുവിൻ നാമത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷമെന്ന നിറവ് അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കും സഹോദരി, അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ആ നിറവ് നീ അനുഭവിക്കുവാൻ പോകുക. ഒപ്പമുള്ളവർക്ക്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ തക്കവിധം നിന്റെ കുടുംബ ജീവിതത്തിൽ, ഓ താങ്ക് ഗോഡ്, നിന്റെ മാതാപിതാക്കൾ കരയുക, അവരുടെ കണ്ണുനീരിന് ഒരു അറുതിയില്ല, വേദനയാ. എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷം കൊടുക്കുവാൻ കഴിയുമോ? മരിച്ചു മാറ്റപ്പെടുന്നതിന് മുമ്പ് സന്തോഷമുള്ള എൻ്റെ കുടുംബ ജീവിതം കണ്ട് അവർക്ക് കണ്ണടയ്ക്കുവാൻ കഴിയുമോ? സഹോദരി, നീ കരയുക, നിന്റെ കണ്ണുനീരിന് അറുതി വരിക. എൻ്റെ കർത്താവ് അവർക്ക് വേണ്ടി, അവർ സന്തോഷിക്കുവാൻ വേണ്ടി നിന്റെ ജീവിതത്തെ നിറയ്ക്കുക. യെസ്, ആ ശൂന്യതയെ കർത്താവ് നിറയ്ക്കുക. നിന്റെ ശത്രുവിനെ നീ കാണും, അവരുടെ കണ്ണുകളിൽ ആ ഭയം. ഓ താങ്ക് ഗോഡ്. ഇന്ന് സഹതാപത്തിൽ പൊതിഞ്ഞ പരിഹാസം അവരുടെ കണ്ണുകളിലുണ്ട്. പലപ്പോഴും നിനക്ക് ഡൗട്ടാ, ഇവർക്ക് എന്നോട് സഹതാപമാണോ എൻ്റെ ഈ അവസ്ഥയിൽ? പക്ഷേ പലപ്പോഴും അവരുടെ പെരുമാറ്റം, സംസാരമൊക്കെ ഓക്കെ, പക്ഷെ പലപ്പോഴും അവരുടെ പെരുമാറ്റം, അവരിൽ നീ ആ ഭയം കാണും. നിന്റെ ശത്രുവിനെ നീ തിരിച്ചറിയും. മാതാവേ, പിതാവേ, ആ സന്തോഷവും സമാധാനവും, മക്കളെ കൊണ്ട് അനുഭവിക്കേണ്ട സന്തോഷവും സമാധാനവും ഇല്ല. മക്കളുടെ ജീവിതത്തിൽ പലതുമില്ല. അവരുടെ വിദ്യാഭ്യാസത്തിന് ഒത്തവണ്ണമുള്ളത് അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയിട്ടില്ല. നല്ല തൊഴിൽ വന്നെത്തിയിട്ടില്ല. നല്ല റിസൾട്ട് ഉണ്ടാകുന്നില്ല. പഠനത്തിന് ഒത്തവണ്ണമുള്ള നല്ല റിസൾട്ട് ഉണ്ടാകുന്നില്ല. അവരുടെ ഭാവി ശോഭനമായി തീരുവാനുള്ള നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല. അവരെ പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല. തക്ക സമയത്ത് വിവാഹം നടക്കുന്നില്ല. വിവാഹം നടന്നു, ഉദരഫലങ്ങൾ ജനിക്കുന്നില്ല. അവരൊന്നും സെറ്റിലാകുന്നില്ല. ഒരു വല്ലാത്ത അലച്ചിലാണ്. സോ നീ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നു. തലമുറകളെ കുറിച്ചോർത്ത് ഭാരപ്പെട്ടായിരിക്കുന്നു. ഒപ്പം സ്നേഹത്തിൽ ഐക്യതയിൽ നിൽക്കേണ്ട മക്കൾക്ക് പലപ്പോഴും അതിന് സാധിക്കുന്നില്ല. ലോകപ്രകാരം അവർ പിടിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. പിശാച് അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട പലതിനെയും തട്ടിക്കളഞ്ഞിരിക്കുന്നു. ആ പാത്രത്തെ കർത്താവിൽ നിന്ന് നിറയ്ക്കുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? അതിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ കർത്താവ് നിറയ്ക്കുക. ഓ താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ മാതാവേ, നിന്റെ കണ്ണുനീരിന് അറുതിയാകും വിധത്തിൽ കർത്താവ് നിറയ്ക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുപ്പാ, എൻ്റെ തലമുറകളുടെ ജീവിതം അനുഗ്രഹമായി തീരാൻ ഇടവരാത്ത വിധത്തിൽ അവരുടെ വഴികളെ അടച്ച്, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ കൊട്ടിയടച്ച്, തൊഴിൽ മേഖലയിലുള്ള അവരുടെ വഴികളെ അടച്ച്, വിദ്യാഭ്യാസ മേഖലയിലുള്ള അവരുടെ വഴികളെ അടച്ച്, ഭാവി ജീവിതത്തിലേക്ക് കാൽവയ്ക്കുവാനുള്ള അവരുടെ വഴികളെ അടച്ച്, നിരാശയും കണ്ണുനീരും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഭവനത്തിനകത്ത് നിരാശയും കണ്ണുനീരും മാത്രം ബാക്കിയാക്കിയ ആ പിശാച് കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം അവരെ അങ്ങ് നിറയ്ക്കണമേ. ഓ സ്തോത്രം. ആ വഴികളെ തുറന്ന്, ശത്രു അടച്ചു കളഞ്ഞ വഴികളെ തുറന്ന് പിശാച് ഭയപ്പെടുവാൻ തക്കവണ്ണം അവരെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കും മാതാവേ, നിന്റെ തലമുറകളുടെ ജീവിതത്തെ കർത്താവ് നിറയ്ക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ സ്തോത്രം. ആ നന്മ കൊണ്ട് കർത്താവ് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുക. ആ വിദേശ രാജ്യത്തിലെ നന്മ നിന്റെ തലമുറകൾ മുഖാന്തരം നിന്റെ ഭവനത്തിലേക്ക് വരിക. യെസ്, രാജ്യങ്ങളിലെ നന്മ, യെസ്, രാജ്യങ്ങളിലെ നന്മ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. രാജ്യങ്ങളിലെ നന്മ നിന്റെ ഭവനത്തിലേക്ക് വരിക. പിശാച് അടച്ചു കളഞ്ഞ് അവർക്ക് നല്ല ജോലി കിട്ടരുതെന്ന് പറഞ്ഞു. യെസ്, അവർക്ക് ആ ജോലി കിട്ടുക. അമ്മേൻ. കർത്താവ് നിറയ്ക്കുക. കർത്താവ് നിറയ്ക്കുക. അമ്മേൻ, അമ്മേൻ, അമ്മേൻ. കർത്താവ് നിറയ്ക്കുക. കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം അവർക്ക് ചില കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുവാൻ വേണ്ടി പിശാച് വഴികളെ അടച്ചു. അതിലും അപ്പുറമായിട്ടുള്ളത് കൊടുത്ത് പിശാചിനെ ഭയപ്പെടുത്തുവാൻ പോകുക. പിശാച് ഇങ്ങനെ പറയുവാൻ പോകുക, പിശാചിനാൽ പിടിക്കപ്പെട്ടവർ വേണ്ടായിരുന്നു, വെറുതെ ആ വഴി അടയ്ക്കേണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ ആർക്കും ഇല്ലാത്ത അതാ മാതാവേ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. അതാ ഗൾഫ് രാജ്യമല്ല, യൂറോപ്യൻ കൺട്രീസിലേക്ക് എൻ്റെ കർത്താവ് വഴി തുറക്കുക. ഗൾഫിലോട്ട് പോകാനുള്ള വഴി പിശാച് അടച്ചെങ്കിൽ യൂറോപ്പിലേക്ക് കർത്താവ് വഴി തുറക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് IELTS റിസൾട്ട് ഉണ്ടാവുക. അവർ പുറത്തു വരിക. അവർ ഒതുങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവരുടെ ജീവിതത്തെ കർത്താവ് നിറയ്ക്കുക. ആ സന്തോഷവും സമാധാനവും നീയും നിനക്കൊപ്പമുള്ളവരും അനുഭവിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അമ്മേൻ. ആ ഭാവി കല്യാണം മുടക്കിയില്ലേ, അത് ഭയങ്കര സങ്കടമല്ലേ? പിശാച് കല്യാണം മുടക്കി. ചില വ്യക്തികളിലൂടെ പിശാച് കല്യാണം മുടക്കി. അടുത്ത് വരാൻ പോകുന്നത് കണ്ടിട്ടെ ആ വ്യക്തികൾ പറയാൻ പോവുക, വേണ്ടായിരുന്നു, അതങ്ങ് നടന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇനി ഓ ആമേൻ. യെസ്, പ്രാർത്ഥിക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉദരഫലത്തെ നൽകി കർത്താവ് മാനിക്കുക. ഓ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായ പെട്ടുപോയിടത്തു നിന്ന് കർത്താവ് തിരികെ വരുത്തി മാനിക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ആ ശൂന്യത, സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആരോഗ്യത്തിൽ വന്നുപോയ ശൂന്യത കർത്താവ് ഇന്ന് മാറ്റി തരുവാൻ പോവുകയാണ്. യേശുവേ,
എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ, ബലത്തെ കവർന്ന് എനിക്കൊപ്പമുള്ളവരുടെ സന്തോഷത്തെ തകർത്ത് കളഞ്ഞ ശത്രു കണ്ട് ഭയപ്പെടും വിധത്തിൽ അപ്പനേ എൻ്റെ ശരീരത്തെ ഇന്ന് സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. യേശുവപ്പാ, അങ്ങ് സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ. നിന്ദിക്കുന്നവരെ, പരിഹസിക്കുന്നവരെ കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഞാൻ മുഖാന്തരം സന്തോഷം വരുവാൻ തക്കവണ്ണം അപ്പാ ആരോഗ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുക, സൗഖ്യമാക്കുന്ന താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആരൊക്കെയോ സൗഖ്യമാകുക. ആശുപത്രി വാർഡിനകത്ത് ഡോക്ടർ തള്ളിക്കളഞ്ഞതുപോലെ കിടക്കുന്ന ചിലർ സൗഖ്യമാകുക. മുറിക്കകത്ത് രോഗശൈലിയിൽ കിടക്കുന്ന ചിലർ സൗഖ്യമാകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. ആമേൻ. ആ ശൂന്യതയെ കർത്താവ് നിറയ്ക്കുക. സ്തോത്രം. ശത്രു കണ്ട് ഭയപ്പെടും വിധത്തിൽ, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ശത്രു കണ്ട് ഭയപ്പെടും വിധത്തിൽ സഹോദര ആ ബിസിനസ്സിനെ തകർത്ത്, പല നിലകളിൽ അതിനെ തകർത്ത്, പല നിലകളിൽ ശ്രമിച്ച് നടക്കാത്തത് കൊണ്ട് ആഭിചാരങ്ങൾ ചെയ്തു, മന്ത്രവാദങ്ങൾ നടത്തി, പലതും ചെയ്തു അതിനെ തകർത്തു. ഇന്ന് ആ ശത്രു ചിരിക്കുക. നിന്റെ കണ്ണുനീര് തീരുന്നില്ല, നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീർ തീരുന്നില്ല, ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? ബിസിനസ്സുകൾ തുടങ്ങി, കടയിട്ടു, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു, പലരുടെയും ആഭരണങ്ങൾ വിറ്റുപിറക്കി, പലതും ചെയ്തു. പക്ഷേ ഒരിടത്തും എത്തിയിട്ടില്ല. ഇനി ആത്മഹത്യ മാത്രമെന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുക. നിന്നോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? യേശുവേ, ഒരു സന്തോഷം ഉണ്ടാകുവാൻ, നന്മ കാണുവാൻ ഞാൻ തുടങ്ങിയ സ്ഥാപനം പിശാച് തകർത്തു, മുടിച്ചു. ഞാൻ ശൂന്യയായി, ഒന്നുമില്ലാത്തവനായി ബാങ്കുകാരുടെ മുമ്പിൽ, പലിശക്കടക്കാരുടെ മുമ്പിൽ തലകുനിച്ചായിരിക്കുന്ന കർത്താവേ, എനിക്ക് തല നിവർത്തി സന്തോഷിക്കുവാൻ, എൻ്റെ കുടുംബത്തിന് സന്തോഷിക്കുവാൻ തക്കവണ്ണം അങ്ങ് എന്നെ നിറയ്ക്കണമേ, എൻ്റെ സ്ഥാപനത്തെ നിറയ്ക്കണമേ. ആ ശൂന്യത മാറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിറയ്ക്കുക. നിന്റെ ശത്രു, നിന്റെ ആ ബിസിനസ്സിനെ പൊളിച്ച, നിന്റെ സ്ഥാപനത്തെ തകർത്ത ശത്രു കണ്ട് ഭയപ്പെടും വിധത്തിൽ എൻ്റെ കർത്താവ്, ആമേൻ, ആമേൻ, നിനക്ക് മുമ്പിൽ വഴികളെ തുറക്കുകയാണ്. അപ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതേക്കുറിച്ചാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ശത്രു ഭയപ്പെടും വിധത്തിൽ 2 കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ആ ചെയ്ത്തിൻ്റെ ഫലമാണ് ശത്രുവിൻ്റെ ഭയപ്പാടായി മാറുന്നത്. അല്ലാതെ ദൈവമൊന്നും ചെയ്തില്ലെങ്കിൽ വെറുതെ നമ്മൾ കേട്ടതും പറഞ്ഞതും പോലെ അല്ല. ഇത് വെറും വാക്കായി, വെറുമൊരു ജൽപ്പനമായി മാറാതിരിക്കുവാൻ വേണ്ടി വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ഒന്നാമതായി അതിനുവേണ്ടി ദൈവം ചെയ്യുന്നത് ശൂന്യതയെ മാറ്റും. 33-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ശൂന്യതയെ ഇങ്ങനെയാണ് മാറ്റുന്നത്. അതാണ് ആ വചനത്തിലെ മർമ്മം. നോക്കൂ, അവിടെ ആ വാക്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യർ അവരില്ല. 2, മൃഗങ്ങളുമില്ല. മനുഷ്യർ മീൻസ് ഒപ്പം നിൽക്കുവാൻ ആരുമില്ല, സഹായിക്കുവാൻ ആരുമില്ല, സങ്കടത്തിൽ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, സന്തോഷത്തിൽ പങ്കുചേരുവാൻ ആരുമില്ല, തികച്ചും ഒറ്റയ്ക്കായിരിക്കുന്നു, ഒപ്പം നിൽക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ. ആ ശൂന്യത, കർത്താവ് ആ ശൂന്യതയെ പരിഹരിക്കും. നിനക്കൊപ്പം നിൽക്കുവാൻ, സഹോദര, നിന്നെ മനസ്സിലാക്കി നിനക്കൊപ്പം നിൽക്കുവാൻ ചിലരെ കർത്താവ് തരും. ദൂതാ കേട്ടോ. സമയം കഴിഞ്ഞു, ഇനി നല്ല കല്യാണം നടക്കത്തില്ല, ആ തകർന്നു പോയ കുടുംബജീവിതത്തിൻ്റെ ബാക്കി പത്രമായി കണ്ണുനീരും നിരാശയും വേദനയുമായിട്ട് ഇല്ല. നിന്നെ മനസ്സിലാക്കുന്ന, നിനക്കൊപ്പം നിൽക്കുന്ന ഒരു പങ്കാളിയെ എൻ്റെ കർത്താവ് തരും. സഹോദരി, നിനക്കൊപ്പം നിൽക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്റെ സന്തോഷമായി മാറുന്ന ഒരു പങ്കാളിയെ കർത്താവ് തരും. നീ ഒറ്റയ്ക്കായി തീരത്തില്ല. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന നിന്റെ ബന്ധങ്ങളെ നിനക്ക് കർത്താവ് തിരികെ തരും. നല്ല സുഹൃത്തുക്കളെ തരും. അതിനകത്ത് നിനക്കൊപ്പം നിൽക്കുവാൻ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് തരും. ആൾബലം, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അയ്യോ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കൊപ്പം നിൽക്കുവാൻ, സങ്കടം വന്നാൽ ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുവാൻ, അതെ ആരുമില്ല എന്ന് ആത്മീയ ജീവിതത്തിൽ ആരുമില്ല എന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. അയ്യോ, എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. നീ ഒറ്റയ്ക്കായി തീരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഏലിയാവിന് വേണ്ടി ദൂതനെ അയച്ച കർത്താവ് നിനക്ക് വേണ്ടി ചിലരെ അയച്ചിട്ടുണ്ട്. താങ്ക് ഗോഡ്. അവർക്കൊപ്പം ചേർന്ന് നീ ഒരു പുതിയ ഇന്നിങ്സ് തുടങ്ങിയ, അവർ കൂട്ടായ്മയുടെ പുതിയൊരു ഇന്നിങ്സ് തുടങ്ങിയ കർത്താവ് നിനക്കൊപ്പം നിൽക്കുവാൻ ചിലരെ ഒരുക്കും. അതേന്നെ,
മനുഷ്യരില്ലാത്തിടത്ത് ദൈവം മനുഷ്യരെ കൊണ്ട് നിറയ്ക്കും. ആരുമില്ല അങ്ങനെ നിനക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല. കർത്താവ് നിനക്കൊപ്പം ചിലരെ നൽകുക. എങ്ങനെയാ ശത്രു ഭയപ്പെടുന്നത്? അതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിന്നെ ഒറ്റയ്ക്കാക്കി പലതും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് കൂടെ ഉള്ളവരെല്ലാം മാറ്റി നിർത്തിയ ആ പന്ന പിശാചുക്കൾ കണ്ട് ഭയപ്പെടുന്നത് സഹോദരി, ആ ഭവനത്തിനകത്ത് നിന്നെ ഒറ്റയ്ക്കാക്കിയത് കണ്ട് ചിരിക്കാൻ വേണ്ടിയാ. കണ്ട് ഭയപ്പെടും വിധത്തിൽ നിനക്കൊപ്പം അതിനകത്തുനിന്ന് ചിലർ നിൽക്കുവാൻ പോകുക. നിന്റെ ഭർത്താവ് നിനക്കൊപ്പം നിൽക്കുവാൻ പോകുക. മാതാപിതാവ്, നിന്റെ മക്കൾ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ പോകുക. നിങ്ങളുടെ പാർട്ട്നേഴ്സ്, ശുശ്രൂഷക, നിങ്ങളുടെ വിശ്വാസികൾ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അപ്പോൾ ആൾബലം. അടുത്ത മൃഗം മീൻസ് സമ്പത്താണ്. പഴയ നിയമത്തിൽ മൃഗം എന്ന് പറഞ്ഞാൽ മൃഗസമ്പത്താണ്. ആൾബലം തീർന്നില്ല. കർത്താവ് അടുത്ത് സമ്പത്ത് തരും, നന്മ തരും. അപ്പോൾ ഇത് കേട്ടിട്ട് അയ്യോ സമ്പത്ത് കർത്താവ് തരുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? കഴിയും. കാരണം നിന്റെ ആവശ്യം എന്താണോ അതാണ് കർത്താവ് നിറവേറ്റി തരുന്നത്. നീ കടക്കാരനായിരിക്കുന്നുവെങ്കിൽ കടം മാറ്റുവാനുള്ള വഴി കർത്താവ് തുറന്നു തരും. നീ നിന്റെ ആവശ്യങ്ങൾക്ക് നിവൃത്തീകരണം വരുത്തുവാൻ കഴിയാതെ ഇല്ലാത്തവനായിരിക്കുന്നുവെങ്കിൽ അത് കർത്താവ് തരും. ഗലീല കടലിൽ പത്രോസിന്റെ ശൂന്യമായ വലയെ നിറച്ച കർത്താവ് ഇപ്പോൾ നിന്നെ നിറയ്ക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ ആൾബലവും പണബലവും, താങ്ക് ഗോഡ്, ഇത് രണ്ടും ഇല്ലാത്തതാണ് പലപ്പോഴും. ആമേൻ. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് രണ്ടും ഇല്ലാത്തതാണ്. ഒപ്പം നിൽക്കുവാൻ ആളും കയ്യിൽ പണവും ഇല്ലാത്തതാണ് നിങ്ങൾ പലരുടെയും പ്രശ്നം. ആ ശൂന്യതയെ കർത്താവ് പരിഹരിച്ചു തരും. ഓ ആമേൻ. ആൾബലവും പണവും എൻ്റെ കർത്താവ് അതിന് പരിഹാരം വരുത്തരും. ആ ഇല്ലായ്മയെ കർത്താവ് പരിഹരിക്കും. തീർന്നില്ല. രണ്ടാമതായിട്ട് കർത്താവ് ചെയ്യുന്ന കാര്യം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. രണ്ടാമത്തെ കാര്യം, മേച്ചേൽപ്പുറം ഉണ്ടാക്കും. ഇരമ്യാവ് 33:12. എന്തിനാണ് മേച്ചേൽപ്പുറം ഉണ്ടാക്കുന്നത്? മേച്ചേൽപ്പുറം ഉണ്ടാക്കുന്നത് ആടുമാടുകൾ തിന്ന് വളരുവാൻ വേണ്ടി. 10 മൃഗത്തെ തരും, അഥവാ മൃഗസമ്പത്തിനെ തരും. 12 പറയുന്നു അത് വർദ്ധിച്ചു പെരുകുവാൻ തക്കവണ്ണം മേച്ചേലുണ്ടാകും. നിന്റെ നന്മകൾ, നിനക്ക് തരുന്ന സമ്പത്ത് വർദ്ധിച്ചു പെരുകുവാനുള്ള സാഹചര്യം കർത്താവ് ഉണ്ടാക്കി തരും. ഓ സ്തോത്രം. അപ്പോഴാണ് ശത്രു ഭയപ്പെടുവാൻ പോകുന്നത്. ശത്രു ചില വഴികളെ അടച്ചു. നിനക്കുണ്ടായിരുന്ന ജോലിയെ നഷ്ടപ്പെടുത്തി, അവിടെ പ്രശ്നം ഉണ്ടാക്കി, നിന്നെ വീട്ടിനകത്ത് കയറ്റി. അപ്പോൾ ശത്രു ചിന്തിച്ചു, ഓ സമാധാനമായി. പക്ഷെ ആ ശത്രു സങ്കടപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ഭയപ്പെട്ട് സങ്കടപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? അതിലും നല്ലത് കർത്താവ് തരുമ്പോഴാണ് ശത്രു ഇങ്ങനെ ചിന്തിക്കും, വേണ്ടായിരുന്നു, അവൻ ആ ജോലി ചെയ്താൽ മതിയായിരുന്നു. അതിന് തക്കവണ്ണം കർത്താവ് നിന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. യേശുവിൻ നാമത്തിൽ ആ വഴി അടഞ്ഞു പോയത്, ആ ജോലി നഷ്ടപ്പെട്ടു പോയത്, ആ ജോലി ഇല്ലാത്തവനായി നീ അലയേണ്ടി വന്നത്, അതെ അത് നിന്റെ തകർച്ചയ്ക്കല്ല, പിശാചിൻ്റെ ഭയപ്പാടിനെ അതിന് തക്കവണ്ണം വർദ്ധിപ്പിക്കുവാൻ പോകുക. മേച്ചയിലുണ്ടാക്കി നിന്റെ സമൃദ്ധിയെ, നിന്റെ സമ്പത്തിനെ, നിന്റെ നന്മകളെ കർത്താവ് വർദ്ധിപ്പിക്കുക. നിന്റെ തലമുറകളുടെ നന്മകളെ കർത്താവ് വർദ്ധിപ്പിക്കുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കർത്താവ് ചെയ്യും. മനസ്സിലായില്ലേ? 1 ആൾബലം തരും, 2 പണബലം തരും, 3 ആ പണത്തെ കർത്താവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഈ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ദൈവാലോചനകളും നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രധാനപ്പെട്ടതാണ്. അത് ചെയ്യാതെ വിട്ടുകളയരുത്. ചുമ്മാ കൈയടിച്ചതുകൊണ്ടോ ഏറ്റെടുത്തതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ അത് നിങ്ങളുടേതായി മാറത്തില്ല. പുറത്തുനിന്ന് കുറ്റം പറയാൻ മാത്രമേ അത് ഉപകരിക്കൂ. നിങ്ങളുടെ വിടുതലായി മാറണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടാണ് ഈ ദൂതുകളിലേക്കൊക്കെ പ്രവാചകൻ വരുന്നതും പ്രവാചകനിലൂടെ ദൈവം ഈ ദൂതുകളൊക്കെ പറയുന്നത്. 7-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കുക. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുക. അപ്പോൾ എവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ കഴിയും? ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. അതെ, വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ വാക്കുകളാണ്. ആ വാക്കുകൾ വായിച്ച് കേട്ട്, അല്ലെങ്കിൽ കേട്ട് വായിച്ച് നിങ്ങൾ അത് അനുസരിക്കുവാൻ തയ്യാറാകുക. അനുസരണം മീൻസ് എപ്പോഴും നമുക്കൊരു വിഷമമുണ്ടാക്കുന്ന, അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയായി ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് അരുതുകളാണ് നമുക്ക് ചുറ്റും മുഴങ്ങി കേൾക്കുന്നത്. അല്ലേ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അയ്യോ വയ്യ ദൈവദാസനെ. പലരും പറയുന്നത് വയ്യ ദൈവദാസനെ, ഇങ്ങനെ ചെയ്യരുത്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ടാണ്. നമ്മുടെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന, ഒരുപാട് ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ല. ഈ അരുതുകളാണ്, ചെയ്യരുതുകളാണ്
നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. കൊല ചെയ്യരുത് എന്നുള്ള ഇന്ത്യയുടെ ശക്തമായ നിയമമാണ്. കൊല ചെയ്യരുത്, ആ നിയമമാണ്, ചെയ്യരുതെന്നുള്ള നിയമമാണ് എന്നെ കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ജീവനോടെ ആക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവർ അവർക്ക് തോന്നുകയാണ്, എന്നാൽ ഇന്നൊരുത്തനെ അങ്ങ് കൊന്നുകളയും, കൊന്നേനെ. അപ്പോൾ ചെയ്യരുത്, ഒരരുതാണ് നിങ്ങളുടെ ജീവിതം. അപ്പോൾ അരുതുകൾ ആവശ്യമാണ് അല്ലേ? ചിലത് ചെയ്യരുത്. സ്തോത്രം. ചെയ്യരുതാത്തത് ചെയ്യരുത്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കണം, കർത്താവേ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന കാര്യം ചെയ്യരുത്, അതെന്തായാലും ചെയ്യരുത്. നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന കാര്യം ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന കാര്യം ചെയ്യരുത്, നിങ്ങൾക്കൊപ്പമുണ്ടാകുന്നവർക്ക് ദോഷമുണ്ടാകുന്ന കാര്യം ചെയ്യരുത്. അങ്ങനെ അല്ലാത്ത എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും സന്തോഷം വരുന്ന, മറ്റാർക്കും ദോഷമുണ്ടാകാത്ത എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാം. ആ കാര്യം ചെയ്യുവാനുള്ള കൃപയും ശക്തിയും ദൈവം തരും. അങ്ങനെ ആ കാര്യങ്ങളാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശത്രു വഴികളെ അടച്ച് നിങ്ങളെ ശൂന്യമാക്കുവാൻ ശ്രമിക്കും. അവൻ ചിരിച്ച് കളിച്ച് നിന്നെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. പക്ഷേ കർത്താവ് നിറച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവൻ്റെ ചിരിയെ മാറ്റും. അവനെ കർത്താവ് ഭയപ്പെടുത്തും. നിന്റെ നന്മ കണ്ടിട്ട് ഭയപ്പെടുവാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയരെ, അരുതുകൾ തന്നെയാണ്. ചെയ്യരുതാത്തത് ചെയ്യരുത്. നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയത്തില്ലേ? എത്ര പ്രാവശ്യം പറയും? എന്തിനു വേണ്ടിയാ? അവർക്ക് ദേഷ്യം വരാനും അവർ തകർന്നു പോകാനും വേണ്ടിയാണോ? അല്ല, അവർ ഈ ലോകത്തിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും എൻ്റെ സ്വർഗത്തിലെ അപ്പൻ, നിങ്ങളുടെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ അപ്പം പറയുന്ന വാക്ക് കേട്ടനുസരിച്ച് അങ്ങ് ജീവിച്ചോ, നിറയും. ചുമ്മാ ഒന്നും നിറയത്തില്ല, ചുമ്മാ ഒന്നും ശത്രു ഭയപ്പെടത്തില്ല. പിന്നെ അപ്പൻ്റെ വാക്ക് കേട്ടനുസരിക്കണം, വചനമനുസരിച്ച് ജീവിക്കണം. അപ്പോൾ റെഡിയാണല്ലോ നിറയുവാനും ശത്രുവിനെ ഭയപ്പെടുത്തുവാനും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും ചെയ്ത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതും നിങ്ങൾ പ്രാപിക്കേണ്ടതും അതൊക്കെ ആലോചനകളായി പറയുവാനും നിങ്ങളെ ശക്തീകരിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാനും കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടും. അതുപോലെ നമ്മുടെ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും 10 മുതൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സഭാരാധന മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ സംബന്ധിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക എന്ന കണ്ണടച്ച് വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം. വഴികളെ അടച്ച് ശത്രു ചിരിക്കുമ്പോൾ അവൻ്റെ ചിരിയെ ഭയമാക്കി മാറ്റുവാൻ തക്കവണ്ണം വഴികളടഞ്ഞ് ശൂന്യമായി തീർന്നവരെ നിറയ്ക്കുന്ന അങ്ങയുടെ അത്ഭുത പ്രവൃത്തി ഇന്ന് അടിയനൊപ്പമായിരിക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ നിറവ് ഇവരുടെ തൊഴിലിടങ്ങളിൽ വെളിപ്പെടട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവപ്പാ, ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. തൊഴിലിടം അനുഗ്രഹമായി തീരട്ടെ. തൊഴിലിടത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. താങ്ക് ഗോഡ്. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. യേശുവിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. കടബാധ്യതകൾ മാറട്ടെ. യേശുവേ, കടക്കാരായി തലകുനിച്ചായിരിക്കുന്നവരുടെ തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ കരയുന്നവരെ അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങ് വഴി തുറക്കണമേ. ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. അവരുടെ തകർച്ച കണ്ട് ആത്മഹത്യ കണ്ട് ചിരിക്കുവാൻ കാത്തിരിക്കുന്ന ശത്രുവിൻ്റെ മുഖം ഭയം കൊണ്ട് അതങ്ങനെ സംഭവിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ അങ്ങ് സൗഖ്യമാക്കണമേ. ആരോഗ്യത്തെ തിരികെ നൽകണമേ. അവയവങ്ങളിൽ ജീവനുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഉള്ളം കാൽ മുതൽ ഉച്ചം തല വരെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല രോഗബന്ധനവും നസ്രയനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാതാവേ, പിതാവെ, പ്രാർത്ഥിക്കുക. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. അവരെ പഠിപ്പിക്കുവാൻ വേണ്ടത് കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തരിക. താങ്ക് ഗോഡ്. എല്ലാ ഇല്ലായ്മകളും മാറുക, നിരാശകൾ മാറുക, മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകുക. അവർക്ക് അഡ്മിഷൻ ലഭിക്കുക. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകുക. നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ. അവർക്ക് മുമ്പിൽ അങ്ങ് വഴി തുറന്നു കൊടുക്കണം. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ തകർന്നു പോയ കുടുംബങ്ങളെ പണിയണമേ. ഭർത്താക്കന്മാരെ മടക്കി വരുത്തണമേ. ഭാര്യമാരെ മടക്കി വരുത്തണമേ. സ്നേഹവും ഐക്യത ഉണ്ടാകട്ടെ. ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കണം. യേശുവപ്പ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. എല്ലാ കച്ചവടങ്ങളും ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ അങ്ങ് വിടുവിക്കണമേ.
അങ്ങ് അവരോട് കൂടിയിരിക്കണം. എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ, സ്വന്തം ഭവനങ്ങൾ നൽകണം. വാടക വീടുകളെന്ന നിരാശകൾ മാറട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വസ്തുക്കൾ വിൽക്കട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ഓ വിൽപ്പനയും വാങ്ങലുകളും നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. വഴികളെ തുറന്നങ്ങ് മാനിക്കും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനത്താൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസം ഇവർ മാറ്റിയ കൃപയ്ക്ക് ഇവർക്ക് അങ്ങനെ നിറഞ്ഞ ഒരു ദിവസം, ആ നന്മകളും അനുഗ്രഹങ്ങളും നിറഞ്ഞൊരു ദിവസം അങ്ങ് നൽകിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇവരുടെ ശത്രു ഇവരുടെ മുമ്പിൽ ഭയപ്പെടുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.